ഹലോ മക്കളെ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിനെ പറ്റിയാണ്. ഒരു മാഗ്നറ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട് മക്കളെ? ഇതൊരു മാഗ്നറ്റ് ആണ്. നമുക്കറിയാം മാഗ്നറ്റിന് രണ്ട് പോളുണ്ട്, നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? കുഞ്ഞു ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചിരിക്കുക. മാഗ്നറ്റ് അട്രാക്ട് മെറ്റീരിയൽസ് ലൈക്ക് അയൺ, നിക്കൽ, കൊബാൾട്ട്. ഇത്തരം മെറ്റീരിയൽ വിളിക്കുന്ന പേരാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കറിയാം മാഗ്നറ്റ് എന്ത് ചെയ്യും? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. ഇതൊക്കെയാണത്? അയൺ, നിക്കൽ, കൊബാൾട്ട് പോലുള്ള സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ ആണോ? അടുത്തത് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് പോൾസ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് മോണോപോൾ ഡു നോട്ട് എക്സിസ്റ്റ്. ഞാൻ ഈ മാഗ്നറ്റിനെ രണ്ടായിട്ട് മുറിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും സാർ ഇത് നോർത്തും വേറൊരു പോളിറ്റി സൗത്തും. അങ്ങനെയല്ല, ഇതൊരു കാന്തമാണ്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മറ്റൊരു കാന്തമാണ്. അത് മോണോപോളായിട്ട് ഒരൊറ്റ പോളായിട്ട് ഒരിക്കലും ഒരു കാന്തം എക്സിസ്റ്റ് ചെയ്യുകയില്ല. സോ മോണോപോൾ, ഒരു ഒറ്റ പോൾ എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇല്ല. മോണോപോൾ ഇങ്ങനെ സാധനം നിൽക്കത്തില്ല. ഇവിടെ നോർത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്പുറത്ത് എന്തുണ്ട്? സൗത്ത് കാണും. മോണോപോളായിട്ട് ഒരു ഒറ്റ സിംഗിൾ പോളായിട്ട് ഒരിക്കലും മാഗ്നറ്റ് എക്സിസ്റ്റ് ചെയ്യുകയില്ല. ഓക്കെ, അടുത്തത് ലൈക്ക് പോൾ റിപ്പൽസ്. നമുക്കറിയാം നോർത്ത് പോൾ എന്ത് ചെയ്യും മക്കളെ? ഇത് സൗത്ത് നോർത്ത്. ഈ സൗത്ത് പോളുമായിട്ട് എന്ത് ചെയ്യും മക്കളെ? റിപ്പൽ ചെയ്യും. ഇത് റിപ്പൽഷൻ ഉണ്ടാക്കും. അതുപോലെയാണെങ്കിൽ അൺലൈക്ക് പോൾസ്, ഇത് നോർത്തും സൗത്തും ആണെങ്കിൽ സൗത്ത് പോള് നോർത്ത് പോളുമായിട്ട് എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. ശരിയാണോ? സോ ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ വൈൽ അൺലൈക്ക് പോൾ അട്രാക്ട്. അൺലൈക്ക് പോൾ എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. അടുത്തത് മാഗ്നറ്റ് അലൈൻ ദംസെൽഫ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ വെൻ സസ്പെൻഡഡ് ഫ്രീലി. ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിൽ ഇത് നമ്മളുടെ ഒരു ബാർ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ ആണെങ്കിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിടാൻ പോവുകയാണ്. ബാർ മാഗ്നറ്റിനെ ഞാനിങ്ങനെ കെട്ടി തൂക്കിയിടാൻ പോവുകയാണ്. അങ്ങനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാണ്ട് ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ ബാർ മാഗ്നറ്റ് എന്ത് ചെയ്യും മക്കളെ? അത് അലൈൻ ചെയ്യും ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. കണ്ടോ, മാഗ്നറ്റിന്റെ നോർത്ത് എർത്തിന്റെ നോർത്തുമായിട്ട് അലൈൻ ചെയ്യും. മാഗ്നറ്റിന്റെ സൗത്ത് എർത്തിന്റെ സൗത്ത് ഡയറക്ഷൻ, കണ്ടോ, സൗത്ത് ഡയറക്ഷനുമായിട്ട് അലൈൻ ചെയ്യും. അപ്പം ഓക്കെ, ഈ മാഗ്നറ്റ് അലൈൻ ദംസെൽഫ്, സ്വന്തമായിട്ട് അലൈൻ ചെയ്യും. കണ്ടോ, സ്വന്തമായിട്ട് അലൈൻ ചെയ്യും. എന്ത് ഡയറക്ഷനിലാണ്? നോർത്ത് സൗത്ത് ഡയറക്ഷൻ. കണ്ടോ, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ആ മാഗ്നറ്റ് എന്ത് ചെയ്യും? സെൽഫായിട്ട് അലൈൻ ചെയ്യും. എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ടായിരിക്കും? അതിന് കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കാന്തമാണ്. നമ്മൾ നേരത്തെ കേട്ടതാണ്. ഭൂമി എന്ന് പറയുന്നത് ഒരു ചെറിയ കാന്തമാണ്. ആ കാന്തത്തിന്റെ സൗത്ത് എന്ന് പറയുന്നത്, കണ്ടോ, ആ കാന്തത്തിന്റെ ഭൂമി എന്ന് പറയുന്ന ഒരു കാന്തം ഉണ്ടെങ്കിൽ ആ കാന്തത നോർത്ത് സൗത്ത് അല്ലേ? ഇതാണ് ഭൂമി എന്ന് പറയുന്നത്. നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. ആ കാന്തത്തിന്റെ, ഭൂമി എന്ന് പറഞ്ഞ കാന്തത്തിന്റെ, ഭൂമി എന്ന് പറഞ്ഞ കാന്തം എന്നായിരിക്കും മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റിന്റെ സൗത്ത് പോളിനടുത്താണ് നോർത്ത് മാഗ്നറ്റിക് പോൾ. അതായത് ഭൂമിയുടെ സൗത്ത് പോൾ എവിടെയാണ്? അവിടെ കാന്തത്തിന്റെ, ഭൂമി എന്ന കാന്തത്തിന്റെ എന്ത് പോളായിരിക്കും? നോർത്ത് പോൾ. ഭൂമിയുടെ നോർത്തിൽ എന്തായിരിക്കും? ഭൂമി എന്ന കാന്തത്തിന്റെ സൗത്ത് പോൾ. സോ ഭൂമി ഒരു കാന്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കാന്തത്തിന്റെ, ആ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ എവിടെയാണ്? ഭൂമിയുടെ സൗത്തിലാണ്. ആ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എവിടെയാണ്? ഭൂമിയുടെ നോർത്തിലാണ്. മനസ്സിലായോ? സോ ഇത് ജോഗ്രഫിക്ക്, ഈ മഞ്ഞ അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചത് ജോഗ്രഫിക്കാണ്. ജോഗ്രഫിക്കലി അത് നോർത്തും, ഇതെന്താണ് ദിശയാണ് ഞാൻ പറയുന്നത്, ഇത് നോർത്തും ഇത് സൗത്തുമാണ്. പക്ഷെ ഭൂമി എന്ന കാന്തത്തിന്റെ, ഭൂമി ഒരു മാഗ്നറ്റ് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന്റെ ആണെങ്കിൽ നോർത്തും സൗത്തും തലതിരിച്ചാണ്. അപ്പോൾ ഉറപ്പായി എന്ത് ചെയ്യും? ഭൂമി എന്ന കാന്തത്തിന്റെ സൗത്ത് എവിടെയാണ്? നോർത്തിലാണ് സൗത്ത് ഇരിക്കുന്നത്. കണ്ടോ, ഭൂമിയുടെ നോർത്തിലാണ് ഭൂമി എന്ന കാന്തത്തിന്റെ സൗത്ത് ഇരിക്കുന്നത്. ഭൂമിയുടെ ദിശ നോക്കിക്കഴിഞ്ഞാൽ ആ ദിശയുടെ സൗത്തിലാണ് ഭൂമി എന്ന കാന്തത്തിന്റെ എന്തിരിക്കുന്നത്? നോർത്ത് ഇരിക്കുന്നത്. സോ മാഗ്നറ്റിക് നോർത്ത് ഇവിടെയും മാഗ്നറ്റിക് സൗത്ത് ഇവിടെയുമാണ്. ഈ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് സൗത്ത് ആരെ അട്രാക്ട് ചെയ്യും? നോർത്തിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ സൗത്ത് ആരെ അട്രാക്ട് ചെയ്യും? നോർത്തിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. സോ മാഗ്നറ്റിനെ നിങ്ങൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുമ്പോൾ നോർത്ത്, മാഗ്നറ്റിന്റെ നോർത്ത് ഭൂമിയുടെ നോർത്ത് നോക്കാൻ നിൽക്കാൻ കാരണം എന്താണ്?
ഭൂമിയുടെ നോർത്ത് നോക്കി നിൽക്കാൻ കാരണം ആ ഭൂമിയുടെ നോർത്തിൽ എന്താണ്? ഭൂമി എന്ന കാന്തത്തിന്റെ സൗത്താണ് നിൽക്കുന്നത്. അതുപോലെയാണെങ്കിൽ ഭൂമി എന്ന കാന്തത്തിന്റെ സൗത്ത് എന്ന് നോക്ക്, സൗത്ത് ദിശ എടുക്കാൻ പോവാണ്. ആ സൗത്ത് ദിശയിൽ എന്താണ്? ഭൂമി എന്ന കാന്തത്തിന്റെ നോർത്താണ്. അതുകൊണ്ട് ഒരു മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ഓക്കെ ആണോ? ശരി. അടുത്തത് എ മാഗ്നറ്റിക് ഇൻഡ്യൂസ്. നോക്ക്, അത് മറ്റൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. ഒരു മാഗ്നറ്റ് എടുക്കാൻ പോവാണ്. ഇത് നോർത്ത് സൗത്ത്. ഇതിന് അടുത്ത് ഞാനാണെങ്കിൽ ഒരു നെയിൽ കൊണ്ടുവെക്കാൻ പോവാണ്. ഉറപ്പായി എന്ത് ചെയ്യും? ഈ നെയിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യപ്പെടും. നോർത്ത് സൗത്ത് ഈ നെയിൽ എന്ത് ചെയ്യും മക്കളെ? അട്രാക്ട് ചെയ്യും. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ നെയിലെടുത്തിട്ടാണെങ്കിൽ നമ്മൾ താഴെയുള്ള കുറച്ച് നെയിലെടുത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ നെയിലെല്ലാം അവിടെ ഒട്ടിപ്പിടിക്കും അല്ലേ? താഴെ കുറച്ച് നെയിലുണ്ടെങ്കിൽ ആ നെയിലെല്ലാം ഈ നെയിലിൻ്റെ മണ്ടയിൽ ഒട്ടിപ്പിടിക്കും. അതിന് കാരണം എന്താണ്? അതിന് കാരണം നമ്മളുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം, ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവനാണെങ്കിൽ എന്ത് ചെയ്തു? കാന്തമാക്കപ്പെട്ടു. ഇത് മാഗ്നറ്റ് അല്ലായിരുന്നു. കണ്ടോ? ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ ബോഡി എന്ത് ചെയ്തു? കാന്തീകരിക്കപ്പെട്ടു. അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ കാന്തീകരിക്കാൻ കഴിയും. മാഗ്നറ്റിന് മറ്റുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റും? കാന്തമാക്കാൻ കഴിയും. ഓക്കെ. എ മാഗ്നറ്റ് ഇൻഡ്യൂസസ് മാഗ്നറ്റിസം. മാഗ്നറ്റ് എന്ത് ചെയ്യും? മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യും. ഇൻഡ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? കൊടുക്കും. മാഗ്നറ്റിസം കൊടുക്കും. ഇൻ മാഗ്നറ്റിക് മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലും കൊടുക്കത്തില്ല. ആർക്കാ കൊടുക്കുന്നേ? മാഗ്നറ്റിക് മെറ്റീരിയൽ. അതിന് മറ്റൊരു പേരുണ്ട് ഫെറോ മാഗ്നറ്റ്സ്. മനസ്സിലായോ? ഫെറോ മാഗ്നറ്റിസിനാണ് എന്താണ്? മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അവർക്ക് എന്ത് കൊടുക്കും? കാന്തിക ശക്തി കൊടുക്കും. മനസ്സിലായോ? മാഗ്നറ്റിക് ഫീൽഡ്സ് കാരണം ഈ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അഥവാ അയൺ നിക്കൽ കൊബാൾട്ട് പോലുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? കാന്തമാക്കപ്പെടും. കുഞ്ഞ് കാന്തമാക്കപ്പെടും, ചെറിയ കാന്തമാക്കപ്പെടും. അപ്പം എന്ത് ചെയ്യണം? ഇത്തരം മാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായി എന്ത് ചെയ്യും? അത് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം കിട്ടും. കണ്ടോ? എന്ത് ചെയ്യും? കാന്തിക ശക്തി കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ ആണോ? സോ എൻ്റെ കയ്യിൽ കുറച്ച് ഇരുമ്പിൻ്റെ പൊടിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഒരു ബ്ലേഡ് ഉണ്ട്. ഞാനാണെങ്കിൽ ഒരു കാന്തം ബ്ലേഡ് അടുത്തേക്ക് കൊണ്ടുപോകും. എന്ത് ചെയ്യും? ഈ കാന്തം മാഗ്നറ്റായിട്ട് മാറും, ചെറിയ മാഗ്നറ്റായിട്ട് മാറും. നോക്ക്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു മാഗ്നറ്റ് ഉണ്ട്, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ബ്ലേഡ് ഉണ്ട്. ഇതൊരു ബ്ലേഡാണ്. സോ ഈ നോർത്ത് പോളും സൗത്ത് പോളും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ? അതിലൂടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മൂലം ആര് കാന്തമാകും? നമ്മളുടെ ഈ ബ്ലേഡ് കാന്തമാകും. സോ ബ്ലേഡിനകത്താണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കാന്തിക ശക്തി കിട്ടും. ഇവിടെ നോർത്ത് പോൾ ഉണ്ടാവും, ഇവിടെ സൗത്ത് പോൾ ഉണ്ടാവും. ഈ നോർത്ത് പോൾ ആരെ കയറി ഒട്ടിപ്പിടിക്കും? സൗത്ത് പോളിൽ കയറി ഒട്ടിപ്പിടിക്കും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. സോ ഒരു മാഗ്നറ്റിനെ എടുത്തിട്ട് മാഗ്നറ്റിക് മെറ്റീരിയലിനെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം ഉണ്ടാകും. അവിടെ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഇതൊരു കാന്തമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കാന്തമായി മാറുമ്പോൾ ഈ കാന്തം എന്ത് ചെയ്യും? മറ്റേ കാന്തത്തിൽ ഒട്ടിപ്പിടിക്കും. സോ ഒരിക്കലും അയണും കൊബാൾട്ടും നിക്കലും ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അയണും കൊബാൾട്ടും നിക്കലിനൊക്കെ ആദ്യം എന്തായിട്ട് മാറ്റും? ചെറിയ കാന്തമാക്കി മാറ്റും. ആ കാന്തമാണ് ഇവിടെ പോയി ഒട്ടിപ്പിടിക്കുന്നത്. മനസ്സിലായോ? സോ പണ്ടൊരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന ഒരു കുസൃതി ചോദ്യമായിരുന്നു. ഇരുമ്പാണോ കാന്തത്തിൽ ഒട്ടിപ്പിടിക്കുന്നത്, കാന്തമാണോ ഇരുമ്പിൽ ഒട്ടിപ്പിടിക്കുന്നത്? അപ്പം നിങ്ങൾ പറയും, സാർ ഇരുമ്പാണ് കാന്തത്തിൽ ഒട്ടിപ്പിടിക്കുന്നത്. അല്ല, മാഗ്നറ്റ് ആണ് ഇരുമ്പിൽ ഒട്ടിപ്പിടിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇരുമ്പ് കാന്തത്തിലോ കാന്ത ഇരുമ്പിലോ ഒട്ടിപ്പിടിക്കത്തില്ല. പകരം ഈ കാന്തം ഈ ഇരുമ്പിനെ ഒരു കാന്തമാക്കി മാറ്റും. ആ കാന്തമാണ് കാന്തത്തിൽ ഒട്ടിപ്പിടിക്കുന്നത്. സൗത്ത് പോൾ ആരെ അട്രാക്ട് ചെയ്യുന്നത്? നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇരുമ്പ് കാന്തത്തിലും അട്രാക്ട് ചെയ്യത്തില്ല, കാന്തം ഇരുമ്പിലും അട്രാക്ട് ചെയ്യുന്നില്ല. കാന്തം കാന്തത്തിലാണ് അട്രാക്ട് ചെയ്യുന്നത്. അതായത് ആ മാഗ്നറ്റിനെയാണ് അട്രാക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ നോർത്ത് പോള് സൗത്ത് പോളിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ സൗത്ത് പോള് നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിനെ പറ്റി വിശദമായിട്ട് നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് പഠിക്കാനുണ്ട്. അവിടെ നമ്മുടെ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിൻ്റെ എല്ലാ ബിഹേവിയേഴ്സിനെ പറ്റിയും എല്ലാ പാരാമീറ്റേഴ്സിനെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്യും. സോ ഈ വീഡിയോയിൽ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.